ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹനുമാൻ സ്വാമി കാര്യസാധ്യ മന്ത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹനുമാൻ സ്വാമി കാര്യസാധ്യ മന്ത്രം, ഇത് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഇതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ ഹം ഹനുമതേ സർവഗ്രഹാൻ ഭൂത ഭവിഷ്യത് ചിന്തി ചിന്തി സർവദോഷാൻ ഭിന്തി ഭിന്തി സർവകാല ദുഷ്ടബുദ്ധിൻ ഉച്ചാടയ ഉച്ചാടയ പരബലാൻ ശോഭയ ശോഭയ മമ സർവകാര്യാണി സാധയ സാധയ സ്വാഹ. ഇതാണ് മന്ത്രം. മന്ത്രം ഞാൻ ഒന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ ഹം ഹനുമതേ സർവഗ്രഹാൻ ഭൂതഭവിഷ്യത് ചിന്തി ചിന്തി സർവദോഷാൻ പിന്തി പിന്തി സർവകാല ദുഷ്ടബുദ്ധിൻ ഉച്ചാടയ ഉച്ചാടയ പരബലാൻ ശോഭയ ശോഭയ മമ സർവകാര്യാണി സാധയ സാധയ സ്വാഹ. ഈ ഒരു മന്ത്രം നിങ്ങൾ ആദ്യമായിട്ട് ജപിക്കുന്നവര് ആദ്യത്തെ 3 ദിവസം 108 തവണ വെച്ച് പൂർണ്ണമായിട്ടുള്ള ശുദ്ധിയോടുകൂടി കുളിച്ച് ശുദ്ധിയായി വിളക്കിന്റെ മുന്നിലിരുന്ന് ആദ്യത്തെ 3 ദിവസം 108 തവണ വീതം ഈ ഒരു മന്ത്രം ജപിക്കണം. അതിനുശേഷം പിന്നെയുള്ള ദിവസം നിങ്ങൾക്കിത് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. അങ്ങനെ കണക്കൊന്നുമില്ല. ആദ്യ 3 ദിവസം ജപിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം, ഹനുമാൻ സ്വാമിയുടെ ഒരു കടാക്ഷ ഫീൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധി, അതുപോലെ സ്ത്രീകള് അങ്ങനെയുള്ള അശുദ്ധിയോടുകൂടി ഒരിക്കലും ഇങ്ങനത്തെ മന്ത്രങ്ങൾ ജപിക്കരുത്. അതുപോലെ മനസ്സ് എപ്പോഴും ആ ഒരു ദൈവ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നാവിൽ വികട സരസ്വതി ഭാവം ഒരിക്കലും വരരുത്. മനസ്സ് നല്ല ശാന്തമായിട്ട് ആ ഒരു ഏകാഗ്രതയോടുകൂടി ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. അങ്ങനെ ആ ഒരു പൂർണ്ണതയിൽ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, നിങ്ങളുടെ ആഗ്രഹം ജെന്യുവിനായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമി അത് സാധിച്ചു തരുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നു, സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറ്റിത്തരുന്നു, വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള മികവ്, ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിത്തരുന്നു, വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിത്തരുന്നു, ബാധാദോഷങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരുന്നു, ശത്രുപരമായിട്ടുള്ള തടസ്സം നീക്കം ചെയ്തു തരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മന്ത്രം ജപിക്കുന്നത് കൊണ്ട് സഹായകരമാവുന്നതാണ്. അപ്പം പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. ക്ഷേത്ര ദർശനം നടത്തി ഈ ഒരു മന്ത്രം ക്ഷേത്ര നടയിൽ നിന്നും പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. പൂർണ്ണമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി കോരിച്ചൊരിഞ്ഞ് ആ ഒരു അനുഗ്രഹം തരുന്നതാണ്. കാര്യസാധ്യം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സഹായകരമാകുന്ന നല്ലൊരു മന്ത്രമാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു മന്ത്രം, ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഒരു കാര്യം കൂടി, എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് പാപഗ്രഹ വീക്ഷണം, അങ്ങനെയുള്ള ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൗജന്യമാണ്. അങ്ങനെയുള്ള ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ക്ലേശം എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കൺസൾട്ടിങ് കാര്യങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും
നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.